ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തി. 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നാടിന്റെ ഒന്നിച്ചുള്ള ശബ്ദവും പുത്തൻ ഭാവിയുടെ പ്രതീക്ഷയുമാണ് നവകേരള സദസ്സിലൂടെ വ്യക്തമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര ജില്ലകളിലൂടെ പര്യടനം തുടരുന്നു. മുംബൈയിൽ നടക്കുന്ന വനിതാ ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തി. അഗത്തിയിൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം സംവദിച്ചു. ഇന്നും നാളെയും നടക്കുന്ന വിപുലമായ പരിപാടികളിൽ 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. ടെലികമ്മ്യൂണിക്കേഷൻ, കുടിവെള്ളം, സൗരോർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി ദ്വീപ് നിവാസികൾക്കായി സമർപ്പിക്കുക. കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കും. ഇതിലൂടെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ലക്ഷദ്വീപിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കൈവരും. കടമത്ത് ദ്വീപിൽ പൂർത്തീകരിച്ച കുടിവെള്ളത്തിനായുള്ള കടൽ ജല ശുദ്ധീകരണ പ്ലാന്റ് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററി പിന്തുണയുള്ള കവരത്ത് ദ്വീപിലെ സൗരോർജ്ജ നിലയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൽപ്പേനി ദ്വീപിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും അന്ത്രോത്ത്, ചേത്ലാത്ത്, കടമത്ത്, അഗത്തി, മിനിക്കോയ് എന്നീ 5 ദ്വീപുകളിൽ മാതൃകാ അംഗനവാടികളുടെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ലധികം പോലീസുകാരെ വിന്യസിക്കും. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘവും ഉണ്ടാകും. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. ഇതോടനുബന്ധിച്ച് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 11 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹനം പാർക്കിംഗ് അനുവദിക്കുകയില്ല. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൌണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴി തിരിച്ചുവിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാളെ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. നാടിന്റെ ഒന്നിച്ചുള്ള ശബ്ദവും പുത്തൻ ഭാവിയുടെ പ്രതീക്ഷയുമാണ് നവകേരള സദസ്സിലൂടെ വ്യക്തമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഓരോ മണ്ഡലത്തിലും നടന്ന നവകേരള സദസ്സ് സമാനതകളില്ലാത്ത ജനപ്രവാഹത്തിനാണ് സാക്ഷ്യം വഹിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള യാത്ര ആരംഭിച്ചതു മുതൽക്ക് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട ജനങ്ങൾ നാടിന്റെ ഭാവിക്ക് വേണ്ടി വലിയ തോതിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നവകേരള യാത്രയുടെ ഭാഗമായി കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. എന്നാൽ ബിഷപ്പുമാർക്ക് അസുഖകരമായി തോന്നി എന്ന് താൻ കരുതുന്ന വീഞ്ഞ്, കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്നും കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വീഞ്ഞും കേക്കും പരാമർശം മാത്രമാണ് മന്ത്രി പിൻവലിച്ചത്. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ക്രൈസ്തവ നേതൃത്വത്തിനോടും വിശ്വാസികളോടും CPIMന്റെ നിലപാടാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്ന് ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനാ ചുമതലയിലുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭാ മേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴ്വഴക്കമല്ലെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. ക്ഷണിക്കുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് ഇത്തരം ചടങ്ങുകളിലെ സാന്നിധ്യമെന്ന് വിലയിരുത്തേണ്ടതില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. വിവിധ ജില്ലകളിൽ ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കിളിമാനൂർ, പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം. നഗര പര്യടനവും തുടങ്ങി. 38 നഗര കേന്ദ്രങ്ങളിൽ യാത്ര എത്തും. ആലപ്പുഴ ജില്ലയിൽ മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ സങ്കൽപ് യാത്ര ഇന്ന് പര്യടനം നടത്തി. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിലെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ, കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിലും, എറണാകുളം ജില്ലയിലെ പൂതൃക്കയിലും പുത്തൻകുരിശ്, വടവുകോട് ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര പര്യടനം നടത്തി. പാലക്കാട് ജില്ലയിൽ കുമരം, പുത്തൂർ, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലയിൽ മണിയൂർ, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് യാത്ര സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ കുന്നോത്തുപറമ്പ്, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലും പര്യടനം നടന്നു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി നാളെ തൃശൂർ ചാലക്കുടി ബ്ലോക്കിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്കിടെ PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ച കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് നിവാസിയായ വിജയൻ തന്റെ അനുഭവം ആകാശവാണിയോട് പങ്കുവയ്ക്കുന്നു. ഞാൻ കോട്ടൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എൻ്റെ ഒരു നെൽകൃഷി, പശു, ആട്, എരുമ, ഇങ്ങനെ പിന്നെ കൃഷികളും എല്ലാ കൃഷികളും കുറേ ഉണ്ട്. കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിൻ്റെ 2000 രൂപ മാസം കിട്ടുന്നു. പിന്നെ സർക്കാരിൻ്റെ കൃഷീൻ്റെ ഇൻസെൻറ്റീവുകളൊക്കെ കിട്ടുന്നുണ്ട്. ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ഈ മാസം 10-ാം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി ഈ മാസം 14-ന് 50,000-ആയും മകരവിളക്ക് ദിനത്തിൽ 40,000-ആയും പരിമിതപ്പെടുത്തി. 2 ദിവസങ്ങളിലായി പെരുന്നേൽ നടന്നുവന്ന മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം. രാവിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടന്നു. ജയന്തി സമ്മേളനം മുൻ രാജ്യസഭാംഗം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി കൊച്ചിയെ മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു. ഇതിന്റെ ഭാഗമായി IBM സോഫ്റ്റ്വെയറുമായി വ്യവസായ മന്ത്രി P. രാജീവ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല എന്നിവർ കൊച്ചിയിൽ ചർച്ച നടത്തി. IBMന്റെ AI സാങ്കേതിക വിദ്യയുടെ ഹബ് കൊച്ചിയിൽ തുടങ്ങാൻ സീനിയർ വൈസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ തത്വത്തിൽ ധാരണയായി. പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടത്തിന്റെ സീലിംഗ് ഇളകി വീണ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. രാവിലെ ആശുപത്രി കെട്ടിടത്തിന്റെ 2 കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ സീലിംഗ് ഇളകി വീഴുകയായിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 12.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തി. 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നാടിന്റെ ഒന്നിച്ചുള്ള ശബ്ദവും പുത്തൻ ഭാവിയുടെ പ്രതീക്ഷയുമാണ് നവകേരള സദസ്സിലൂടെ വ്യക്തമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര ജില്ലകളിലൂടെ പര്യടനം തുടരുന്നു. മുംബൈയിൽ നടക്കുന്ന വനിതാ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.